ഹായ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഫൗണ്ടേഷൻസ് ഓഫ് സൈക്കോളജിയുടെ ലാസ്റ്റ് പാർട്ട് ഓഫ് തേർഡ് പാർട്ട്. അപ്പൊ നമ്മൾ ഒറിജിൻസ്, കോൺസെപ്റ്റ്സ്, കീ കോൺട്രിബ്യൂട്ടേഴ്സ് ഇതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയാണ് ആ സ്പെസിഫിക് ഏരിയാസ് ഓഫ് സൈക്കോളജി, അതായത് എക്സ്പ്ലോറിംഗ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ ആണല്ലോ സൈക്കോളജി. അപ്പൊ അതിൽ എന്തൊക്കെ സ്പെസിഫിക് ഏരിയാസ് നമ്മൾ ഇനി നോക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുന്ന ഏരിയാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം തിയറീസും കോൺസെപ്റ്റ്സും സൈക്കോളജിയിലുണ്ട്. സൈക്കോളജി എന്ന് പറയുന്നത് തന്നെ ഇസ് ബിൽഡ് അപ്പോൺ എ ലോട്ട് ഓഫ് തിയറീസ്. ഈ തിയറീസ് ഒക്കെ ചേർന്നുകൊണ്ട് എന്താണ് പറയേണ്ടത്? ഇറ്റ് എക്സ്പ്ലെയിൻസ് വൈ ഇൻഡിവിജ്വൽസ് തിങ്ക്, ഫീൽ ആൻഡ് ബിഹേവ് ഇൻ സർട്ടൻ വേസ്. എന്തുകൊണ്ട് വ്യക്തികൾ ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫീൽ വരുന്നു, അല്ലെങ്കിൽ അവർ അങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെയുള്ളത്. അപ്പം ഈ തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ തിയറീസ് ആണ് എന്താ പറയേണ്ടത്, റിസർച്ചിനായിരുന്നാലും തെറാപ്പിക്കായിരുന്നാലും വളരെയധികം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടായിരുന്നാലും ഒരു ഫ്രെയിം വർക്ക് ആയി മാറുന്നത് ഈ തിയറീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തിയറീസ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൽ പേഴ്സണാലിറ്റി തിയറീസ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ആ ഒരു ഫോക്കസ് വരുന്നത് ഇസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അപ്പം ആ ഒരു 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 വ്യക്തികൾ തങ്ങളിലുള്ള ആ ഒരു ഡിഫറൻസസ് എന്താണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്താണ് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ്, ആൻഡ് അത് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തി എടുക്കുന്നത്. അപ്പൊ ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 5 ഫാക്ടർ മോഡൽ നമുക്ക് നോക്കാനുണ്ട്. 5 ഫാക്ടർ മോഡലിനെ തന്നെ ബിഗ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയും. നമ്മൾ അടുത്ത ലെസൺ അത് തന്നെയാണ്. പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ അടുത്തത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു 5 ഫാക്ടർ മോഡൽ എന്ന് പറയുന്നതിനകത്ത് 5 കോർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അതിനകത്ത് വിവരിക്കുന്നുണ്ട്. ഈ 5 കോർ ട്രേറ്റ്സ് ആണ് ഒരു വ്യക്തിയുടെ ആ ഒരു ബിഹേവിയറിനെയും ആ വ്യക്തി നടത്തുന്ന ഇന്ററാക്ഷൻസിനെയും സ്വാധീനിക്കുന്നത് എന്നുള്ളത്. അതിൽ ആദ്യത്തെ ഒന്ന് ഓപ്പൺനെസ് ആണ്. ഓപ്പൺനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റിവിറ്റി, ക്യൂരിയോസിറ്റി ആൻഡ് ആ ഒരു വ്യക്തിക്ക് പുതിയ എക്സ്പീരിയൻസസ് നേടാൻ, അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ആ ഒരു 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 വില്ലിങ്നെസ്, അതൊക്കെ ഓപ്പൺനെസ്സിൽ വരുന്നത്. ആൻഡ് അടുത്തത് യുനോ കോൺഷ്യൻഷ്യസ്നെസ് എന്നുള്ളതാണ്. അപ്പൊ ഇതെന്താണ്? ഓർഗനൈസേഷൻ, നമ്മൾ അടുക്കും ചിട്ടയും എന്ന് വേണമെങ്കിൽ പറയാം. ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഓരോ ചെറിയ കാര്യം പോലും നമ്മൾ ശ്രദ്ധിക്കുന്നത്, അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ഇതിനകത്ത് വരും. ദെൻ വി ഹാവ് എക്സ്ട്രാവേർഷൻ, എഗ്രിയബിൾനെസ് ആൻഡ് ന്യൂറോട്ടിസിസം. അപ്പം എക്സ്ട്രാവേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതിൽ എക്സ്ട്രോവേർഷൻ, എക്സ്ട്രോവേർട്ട് അതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കുക. സോഷ്യബിലിറ്റി, ഒരു വ്യക്തിയുടെ എനർജി ലെവൽസ്, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ ഒരു എന്തൂസിയാസം, ആ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ ഉണ്ടാകുന്ന ആ ഒരു എന്തൂസിയാസം. എഗ്രിയബിൾനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ആ ഒരു കമ്പാഷൻ, നമുക്ക് കോഓപ്പറേറ്റീവ് ചെയ്യാനുള്ള ആ ഒരു ശേഷി, ആൻഡ് എന്താ പറയേണ്ടത്, സാന്ത്വനം, കൈൻഡ്നെസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ ന്യൂറോട്ടിസിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി വേഴ്സസ് ആ ഒരു ഉത്കണ്ഠ, ആങ്സൈറ്റി, നമുക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സ് ആൻഡ് സ്ട്രെസ് ലെവൽസ്, അതൊക്കെ പഠിക്കുകയാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതേപോലെ ഒരുപാടധികം ഡെവലപ്മെന്റൽ തിയറീസ് നമുക്കുണ്ട് നോക്കാനായിട്ട്. അപ്പൊ ഈ ഡെവലപ്മെന്റൽ തിയറീസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വ്യക്തികൾ വളരുന്നത്, എങ്ങനെയാണ് ആൾക്കാർ മാറുന്നത് ഓവർ ടൈം എന്നൊക്കെയുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡെവലപ്മെന്റൽ തിയറീസ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു വിഭാഗം തന്നെ അതിനുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ 2 പ്രധാനപ്പെട്ട തിയറിസ്റ്റ് ആണ് ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ നമ്മുടെ ജീൻ പിയാഷെയും അതേപോലെ എറിക് എറിക്സനും, അവർ രണ്ടുപേരും ഒത്തിരി അധികം കോൺട്രിബ്യൂഷൻസ് ഈ ഒരു ഏരിയയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പിയാഷയുടെ ആ ഒരു കൺസ്ട്രക്റ്റിവിസം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. പിന്നെ സോഷ്യൽ ചേഞ്ച് ആൻഡ് സൈക്കോളജി. സോഷ്യൽ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാൻ സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്ക്
വ്യക്തികൾ എന്നുള്ള ആ ഒരു നില മാത്രമല്ലല്ലോ, അത് സമൂഹം, ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്, സൊസൈറ്റി എങ്ങനെയാണ് ഓരോ ചാലഞ്ചസിനെ അഭിമുഖീകരിക്കുന്നത്, സൊസൈറ്റി എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ടോണി ബിയുടെ ചാലഞ്ച് റെസ്പോൺസ് തിയറി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതേപോലെ എന്താ പറയേണ്ടത്, ഈ ടോണി ബിയുടെ ചാലഞ്ച് റെസ്പോൺസ് തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ടോണി ബി ആക്ച്വലി ഒരു ഹിസ്റ്റോറിയനാണ്, അർണോൾഡ് ടോണി ബി. അദ്ദേഹം പ്രപ്പോസ് ചെയ്ത് എന്താണ്, സൊസൈറ്റീസിന്റെ ഒരു 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 ഉന്നമനം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നത് എപ്പോഴും ചാലഞ്ചസിനെ, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോഴാണ് എന്നുള്ളത്. അപ്പോ എപ്പോഴെങ്കിലും ഒരു അഡ്വേഴ്സിറ്റി ഉണ്ടാകുമ്പം, ഫോർ എക്സാമ്പിൾ എക്കണോമിക് ഹാർഡ്ഷിപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് അവിടെ നടക്കുന്നു എന്ന് കണക്കാക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് സൊസൈറ്റീസ് ഒന്നുകിൽ അവർ അഡാപ്റ്റ് ചെയ്യും, വളരും, അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി അഡാപ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ഡിക്ലൈൻ ചെയ്യും, അതിന്റെ ഒരു ഡൗൺഫോളിന് കാരണമാകും എന്നുള്ളതാണ്. അപ്പോ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ചേഞ്ച്, ആ ഒരു എന്താ പറയേണ്ടത്, സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്, ആ ഒരു കാഴ്ചപ്പാടില് നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എന്താ പറയേണ്ടത് മറ്റൊരു സംഗതി. ഓക്കെ, ആൻഡ് അതേപോലെ കൊഗ്നിറ്റീവ് ആൻഡ് ലേണിംഗ് പ്രോസസ്സസ്, അതിനകത്ത് മെമ്മറി, പ്രോബ്ലം സോൾവിങ്, ലേണിംഗ് തിയറീസ് ഒരുപാടധികം നമുക്ക് നോക്കാനുണ്ട് ഇതിൽ. അപ്പം ലേണിംഗ് തിയറീസിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നോളജ് അക്വയർ ചെയ്യുന്നത്, അതിന്റെ പിന്നില് ആ ഒരു ഫണ്ടമെന്റൽ സൈക്കോളജിക്കൽ പ്രോസസ് എന്താണ് എന്നുള്ളത് ഇതിവിടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പം സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് ഉണ്ട്. അപ്പം സ്കിന്നർ ഒരു ബിഹേവിയറിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ ഒരു ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ആ ഒരു കോൺസെപ്റ്റിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബിഹേവിയർ എന്ന് പറയുന്നത് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, അതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇറ്റ് ഇൻക്രീസസ് ദ ലൈക്ലിഹുഡ് ഓഫ് എ ബിഹേവിയർ ഒക്കറിങ് അഗെയിൻ. റീഇൻഫോഴ്സ്മെന്റ് ചെറുത്, നമ്മൾ എന്താ പറയേണ്ടത്, ഗുഡ് ജോബ്, അല്ലെങ്കിൽ നീ ഒരു നല്ല കാര്യം ചെയ്തു എന്ന് പുകഴ്ത്തി പറഞ്ഞാൽ മാത്രം മതി, അതൊരു റീഇൻഫോഴ്സ്മെന്റ് ആവുകയാണ്. ഈ റീഇൻഫോഴ്സ്മെന്റ് തന്നെ ഒന്നുകിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു 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 സംഗതിയാകാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതി അവിടെ വരാം. അപ്പൊ പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു റിവാർഡ് കൊടുക്കുന്നത്, ആൻഡ് ഇവിടെ ആ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന ഒരു കോൺസെപ്റ്റും കൂടി ആയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും അതിന്റെ ആ ഒരു ലെസൺസിൽ. അതായത് ആ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു കോൺസെപ്റ്റ് ആണ് പണിഷ്മെന്റ്. പണിഷ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡിക്രീസസ് ദ ലൈക്ലിഹുഡ് ഓഫ് എ ബിഹേവിയർ ഓക്കറിങ് അഗെയിൻ. ഇപ്പൊ റീഇൻഫോഴ്സ്മെന്റ് ആ ഒരു ബിഹേവിയർ വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയുള്ള സാധ്യത കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് റീഇൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ, പണിഷ്മെന്റ് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബിഹേവിയറിനെ ഇല്ലാതാക്കുകയോ അതിനെ കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്നതാണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പണിഷ്മെന്റും ഒന്നുകിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് രീതിയിൽ അത് ചെയ്യാം. അപ്പൊ പണിഷ്മെന്റ് എങ്ങനെയാണ് പോസിറ്റീവ് ആകുന്നത്, അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് അവിടെ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് പണിഷ്മെന്റ് പോസിറ്റീവ് ആയി വരുന്നതെന്ന് നമുക്ക് പറയാം. അതേപോലെ ആ ഒരു ഡിസയർഡ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് നമ്മൾ റിമൂവ് ചെയ്യുമ്പം പണിഷ്മെന്റ് നെഗറ്റീവ് ആകുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഒരു 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 പ്രൈസ് നമ്മൾ കൊടുക്കുകയാണ്. അത് ആ ഒരു കുട്ടി ആ കുട്ടിയുടെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് വന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അവിടെ നടക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഭാവിയിലും ഇതേപോലെ എല്ലാ തവണയും ഹോംവർക്ക് ചെയ്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, അത് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമായി വരും എന്നുള്ളത്. ഇനി വുൾഫ്ഗാങ് കോഹ്ലറിന്റെ ഇൻസൈറ്റ് ലേണിംഗ് എന്ന ആ തിയറി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോ എന്താ പറയേണ്ടത്, ദിസ് ഇസ് നോട്ട് ലൈക്ക് ആ ഒരു ട്രയൽ ആൻഡ് എറർ ലേണിംഗ് പോലെ അല്ല ഇത്. കോഹ്ലറിന്റെ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി സജസ്റ്റ് ദാറ്റ് പ്രോബ്ലം സോൾവിംഗ് ക്യാൻ ഒക്കർ സഡൻലി ത്രൂ റിയലൈസേഷൻ റാദർ ദാൻ ഗ്രാജുവൽ ലേണിംഗ്. ഇപ്പൊ പ്രോബ്ലം സോൾവിംഗ് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാകുമ്പോൾ പ്രോബ്ലം സോൾവിംഗ് പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു തിയറിയിലൂടെ അദ്ദേഹം പറയുന്നത്. ഓക്കെ,
അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ, നമുക്കൊരു ചിമ്പാൻസിയുടെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. പോളറിന്റെ എക്സ്പെരിമെന്റിൽ തന്നെ അത് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് ഈ ഒരു ചിമ്പാൻസി അത് ഫിഗർ ഔട്ട് ചെയ്യാണ് എങ്ങനെ ഒരു കമ്പ് ഉപയോഗിച്ച് ആ ഒരു എന്താ പറയേണ്ടത് പഴം അതായത് അതിന്റെ കൈയെത്താത്ത ആ ഒരു പഴം എങ്ങനെ ഒരു കമ്പ് ഉപയോഗിച്ച് അതിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളത്. അപ്പൊ അതാണ് ആ ഒരു മൊമെന്റ് ഓഫ് ഇൻസൈറ്റ്. അത് ഒത്തിരി ചിന്തിച്ച് ചെയ്യുന്നതല്ല, അത് പെട്ടെന്ന് ആ പഴം എൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതേപോലെ തിയറി ഓഫ് കോഗ്നിറ്റീവ് മാപ്സ്, അത് ടോൾമാന്റെ തിയറിയാണ്, തിയറി ഓഫ് കോഗ്നിറ്റീവ് മാപ്സ് എന്ന് പറയുന്നത്. ഇപ്പം എഡ്വേർഡ് ടോൾമാൻ ശരിക്കും ആ ഒരു ബിഹേവിയറിസ്റ്റ് ഐഡിയാസിനെ അദ്ദേഹം ചലഞ്ച് ചെയ്തു ഈ ഒരു തിയറിയിലൂടെ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ഇത് ചെയ്ത് എങ്ങനെയാണ്? ഹി ഷോഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് കോഗ്നിറ്റീവ് മാപ്സ്. കോഗ്നിറ്റീവ് മാപ്സ് അല്ലെങ്കിൽ റെപ്രസെന്റേഷൻസ്, മെന്റൽ റെപ്രസെന്റേഷൻസ് ഡെവലപ്പ് ചെയ്യും അവരുടെ ആ ഒരു അന്തരീക്ഷം, സാഹചര്യത്തെ കുറിച്ച് എന്നൊക്കെയുള്ള. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ മെമ്മറിയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറിയിൽ എൻകോഡിങ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ, മെമ്മറി ഈസ് ഓൾ അബൌട്ട് ദാറ്റ് അല്ലെ. അപ്പൊ എൻകോഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ മെമ്മറിയിലേക്ക് കടത്തിവിടുന്നതാണ്. എൻകോഡിങ് എന്ന പ്രക്രിയയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ഒരു ഓർമ്മ നമുക്ക് നിലനിൽക്കുകയുള്ളൂ. ആൻഡ് സ്റ്റോറേജ്, ഈ ഓർമ്മ എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു സ്റ്റോറേജ് നടക്കുന്നത്. ആൻഡ് റിട്രീവൽ, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ മെമ്മറി തിരിച്ച് എടുക്കണം അല്ലേ. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു, ആ പഠിച്ച ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് ഇനി പരീക്ഷ സമയത്ത് ഇത് നമുക്ക് റിട്രീവ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളുണ്ട് മെമ്മറിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ. മെമ്മറി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് മെമ്മറി. കാരണം നമ്മളെ അത് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ ആവശ്യം വരുമ്പം ആ കറക്റ്റ് ഇൻഫർമേഷന് റിക്കോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ പല തരത്തിലുള്ള തിയറീസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മെമ്മറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചിട്ടുള്ളത്. അപ്പൊ അതില് LOP മോഡൽ ഉണ്ട്, ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് എന്നാണ് ശരിക്കും അവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു മോഡൽ ശരിക്കും സജസ്റ്റ് ചെയ്യുന്നത് that the depth of processing affects how well we remember information. അപ്പൊ അതാണ് ലെവൽസ്, പല ലെവലിൽ അവിടെ വരുന്നത്. അപ്പൊ എന്തുമാത്രം ഡീപ്പായിട്ട്, എന്തുമാത്രം ആഴത്തിൽ നമ്മൾ അതിനെ പ്രോസസ് ചെയ്തോ അതനുസരിച്ച് നമുക്ക് ബെറ്റർ ആയിരിക്കും ആ ഒരു ഇൻഫർമേഷൻ റിക്കോൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷാലോ പ്രോസസ്സിംഗ്, ഡീപ്പ് പ്രോസസ്സിംഗ് എന്നൊക്കെയുണ്ട്. ഷാലോ പ്രോസസ്സിംഗ്, ഷാലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ ആഴമില്ലാത്തത് അല്ലെ. അപ്പൊ ഷാലോ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സർഫസ് ഡീറ്റെയിൽസിലാണ് അതിന്റെ ആ ഒരു ഫോക്കസ് വരുന്നത്. നമ്മളൊരു വാക്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഒരു വാക്കിന്റെ എപ്പിയറൻസ്, അത് ഒരു സർഫസ് ഡീറ്റെയിൽസ്. നമ്മളൊരു ആപ്പിൾ എടുത്താൽ ഒരു ആപ്പിളിന്റെ രൂപം നമ്മുടെ മനസ്സിൽ വരുന്നത് ആണ് സർഫസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഡീപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതിനകത്ത് ശരിക്കും ആ ഒരു വാക്കിന്റെ കാര്യം എടുത്ത് നോക്കിയേ, ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന, ആ വാക്കിന്റെ കണക്ഷൻസ് മനസ്സിലാക്കുന്ന, എങ്ങനെ അതിനെ നമുക്ക് ഒരു കോൺസെപ്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ടോ നമുക്ക് ബന്ധപ്പെടുത്തിയെടുക്കാം. ഇനി ആപ്പിളിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്ന, അതായത് ആപ്പിൾ കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ, ആപ്പിൾ എന്തൊക്കെ രീതിയിൽ നമുക്ക് അതിനെ കഴിക്കാം, എങ്ങനെ അത് കൃഷി ചെയ്യുന്നു, അതെങ്ങനെ കേടായി പോകുന്നു, കേടാകാതെ എങ്ങനെ സൂക്ഷിക്കാം, അതൊക്കെയാണ് അതിന്റെ ആ ഒരു ഡീപ്പ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു മോഡൽ നമുക്കുണ്ട്, പാരലൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു മോഡൽ ശരിക്കും സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ദാറ്റ് മെമ്മറി സ്റ്റോർഡ് അക്രോസ് ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്സ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് ഉണ്ടെന്നും ആ നെറ്റ്വർക്കുകളിലാണ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു മോഡൽ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരൊറ്റ ലൊക്കേഷനിലല്ല, പല ലൊക്കേഷൻസിലായിട്ട് ഇപ്പൊ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ റിക്കോൾ ചെയ്യുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാത്വേസ് ഒരേ സമയത്ത് അവിടെ ആക്ടിവേറ്റ് ആകും. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ തങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് എന്നുള്ള. ഇപ്പം മെമ്മറി റിട്രീവൽ ആൻഡ് ഇന്റർഫിയറൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം മെമ്മറി റിട്രീവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓർത്തെടുക്കുന്നത് എപ്പോഴും പെർഫെക്റ്റ് അല്ല എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് സംടൈംസ് ന്യൂ ഇൻഫർമേഷൻ ഇന്റർഫിയർസ് വിത്ത് ഓൾഡ് ഇൻഫർമേഷൻ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സംഗതിയെക്കുറിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുമ്പോഴത്തേക്ക് പഴയ ഇൻഫർമേഷൻ പല രീതിയിൽ അതിനെ ഇന്റർഫിയർ ചെയ്യാം.
അപ്പോൾ ഒരു തരത്തിലുള്ള ഇന്റർഫിയറൻസ് ആണ് റിട്രോആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ റിട്രോആക്റ്റീവിൽ എന്താ സംഭവിക്കുന്നത്? ന്യൂ ലേണിംഗ് ഡിസ്റപ്റ്റ്സ് ദ റിക്കോൾ ഓഫ് പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ. നേരത്തെ നമ്മൾ പഠിച്ച ആ ഒരു ഇൻഫർമേഷനെ റിക്കോൾ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഈ പുതിയതായിട്ട് നമ്മൾ പഠിച്ച ഇൻഫർമേഷൻ ആ ഒരു റിക്കോളിനെ തടയുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയ ഫോൺ നമ്പർ നമ്മൾ പഠിക്കാനായിട്ട് നോക്കുമ്പോൾ പലപ്പോഴും നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കാരണം എപ്പോഴും മനസ്സിൽ വരുന്നത് ആ ഒരു പഴയ ഫോൺ നമ്പർ ആയി. ആൻഡ് തിങ്ക് അബൌട്ട് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ് അത് കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസും ആ ഒരു കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസിന്റെ മെക്കാനിസം, കോഗ്നിഷന്റെ മെക്കാനിസംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ സൈക്കോളജിസ്റ്റ് ഈ ഒരു ഏരിയയിൽ എന്താണ്? ദേ സ്റ്റഡി ഹൗ പീപ്പിൾ അപ്രോച്ച് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. ഓരോ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നൊക്കെയുള്ളത്. അതിന് നമ്മൾ ഒരുപാട് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഒരു സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കാറുള്ളത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഒരു സംഗതി സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല തവണ നമ്മൾ ചെയ്യും. ചിലപ്പം ആദ്യത്തെ തവണ ചെയ്തതുപോലെ ആയിരിക്കില്ല രണ്ടാമത്തെ തവണ ചെയ്ത് നമ്മൾ മാറ്റി മാറ്റി ചെയ്തു നോക്കും. അതാണ് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത്. ആൻഡ് അൽഗോറിതംസ് ഫോളോ ചെയ്യുന്ന മറ്റൊരു പ്രോസസ് ഉണ്ട്, ഒരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പം അൽഗോറിതം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഇവിടെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ശരിക്കും ഗ്യാരണ്ടി തരികയും ഒരു കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്തും, പ്രൊവൈഡഡ് ആ ഒരു പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നതിന് വേണ്ടി ആ ഫോർമുല നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത്, അവിടെയാണ് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അവിടെ വരുന്നത്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്താം. പിന്നെ മറ്റൊരു സ്ട്രാറ്റജിയാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മെന്റൽ ഷോർട്ട് കട്ട്സ് ആണ്. ഈ മെന്റൽ ഷോർട്ട് കട്ട്സ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് വിൽ സ്പീഡ് അപ്പ് ദ ഡിസിഷൻ മേക്കിംഗ്. ഷോർട്ട് കട്ട് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സംഗതി പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ ഇവിടെ ഈ ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്പീഡ് കൂട്ടും ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയില്. പക്ഷേ ഇറ്റ് ക്യാൻ ലീഡ് ടു എറേഴ്സ്. നമ്മൾ സ്പീഡ് കൂട്ടി ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് എറേഴ്സ് ഉണ്ടാകാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. ആൻഡ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പെട്ടെന്ന് പാസ്റ്റിൽ നമുക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എടുത്ത് അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പെട്ടെന്ന് ഒരു ഡിസിഷനിൽ എത്താൻ നോക്കും. ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാകും. ആ ഒരു സാഹചര്യവും ഈ ഒരു സാഹചര്യവുമായിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഫെയിലിയർ ആകും. ആൻഡ് ഇൻസൈറ്റ് മറ്റൊരു സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഒരു സഡൻ റിയലൈസേഷൻ ഓഫ് എ സൊല്യൂഷൻ ആണ്. പെട്ടെന്ന് നമ്മൾ ആ ഒരു കോഹ്ലറിന്റെ റിസർച്ചിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇൻസൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു റിയലൈസേഷൻ ഉണ്ടാക്കുന്ന ആ ഒരു കമ്പെടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഏത്തപ്പഴം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാമല്ലോ എന്നുള്ള ആ ഒരു സംഗതി. അതാണ് അതിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പം അടുത്തത് നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാല് ആ ഒരു എന്താ പറയണ്ടേ, ഡെവലപ്മെന്റൽ ആൻഡ് ചൈൽഡ് സൈക്കോളജി. ഇതും നമുക്ക് നോക്കാനുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പം ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂവസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിനകത്ത് ഫിസിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്, കൊഗ്നേറ്റീവ് ചേഞ്ചസ് വരുന്നുണ്ട്, ഇമോഷണൽ ചേഞ്ചസ് വരുന്നുണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്ന ഒരു പ്രായം ആകുമ്പോഴത്തേക്ക് അവസാനിക്കുന്നതല്ല, ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ചേഞ്ചസ് അക്രോസ് ദ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റൽ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഓൺ ഹൗ ഇൻഡിവിജ്വൽസ് ഗ്രോ ആൻഡ് അഡാപ്റ്റ്. വളരുന്ന അനുസരിച്ച് അവരെ അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യണം അല്ലേ? ഫ്രോം ഇൻഫൻസി മുതൽ തുടങ്ങി അഡൽട്ട്ഹുഡ് വരെ, റൈറ്റ്? അപ്പോ ഇതിവിടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് എന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഓരോ മൈൽ സ്റ്റോൺ നമുക്കറിയാം. മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ആദ്യത്തെ ഒരു പടി അച്ചീവ് ചെയ്തു. അപ്പൊ ഇവിടെ ആ ഒരു ഗ്രോത്തിനെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ ചേഞ്ചിനെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൈൽ സ്റ്റോൺ എന്ന കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം വ്യക്തികള് അവരുടെ ഗ്രോത്തിന്റെ പല സ്റ്റേജസിലൂടെ കടന്നു പോകും എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നതും. ആൻഡ് ഇത് ഓരോന്നും അച്ചീവ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ, കോഗ്നേറ്റീവ് ആൻഡ് ഇമോഷണൽ എബിലിറ്റീസിന്റെ സൂചനയായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസിന്റെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം എന്നുള്ളത്. ഇവിടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് വരും, കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് വരും, ആൻഡ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് വരും എന്നുള്ളത്. ആൻഡ് സൈക്കോ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ്.
അപ്പൊ എങ്ങനെയാണ് ആ ഒരു സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഘടകങ്ങൾ, അപ്പൊ ഇവിടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഡെവലപ്മെന്റിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ ആൻഡ് എൻവയൺമെന്റ്, ആ ഒരു വ്യക്തിയുടെ സൊസൈറ്റിയും, ആ ഒരു വ്യക്തി ജീവിക്കുന്ന സൊസൈറ്റി, ആ ഒരു വ്യക്തിയുടെ അന്തരീക്ഷം, എൻവയൺമെന്റ്, സമൂഹം, ഇതൊക്കെ വളരെയധികം, അതായത് ആ ഒരു ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ പോലെ തന്നെ ഒരു വ്യക്തിയുടെ ഗ്രോത്തിനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് നടക്കുന്ന ആ ഒരു ഇന്ററാക്ഷൻസ്, പിയേഴ്സുമായിട്ട് നടക്കുന്ന ആ ഒരു ഇന്ററാക്ഷൻസ്, ഈ സൊസൈറ്റിയിൽ ആ ഒരു വ്യക്തിക്ക് നടക്കുന്ന ആ ഒരു ഇന്ററാക്ഷൻസ്, ഇതൊക്കെ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയും ബിഹേവിയറിനെയും രൂപപ്പെടുത്തുന്നതിന് സ്വാധീനിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് നോക്കാനുള്ള തിയറീസ് പറയുവാണെന്നുണ്ടെങ്കിൽ റോൺഫെൻ ബ്രണ്ണറുടെ കോണ്ടെക്സ്റ്റുവൽ അപ്രോച്ച് അല്ലെങ്കിൽ എക്കോളജിക്കൽ സിസ്റ്റംസ് തിയറി ആണത്. ഓക്കെ, അപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മോഡൽസ് ഇൻ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എക്കോളജിക്കൽ സിസ്റ്റംസ് തിയറി എന്ന് പറയുന്നത്. കാരണം ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എൻവയറമെന്റൽ ലെയേഴ്സ് ഒരു വ്യക്തിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഗ്രോത്തിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മൾട്ടിപ്പിൾ ലെയേഴ്സ്, ഒന്ന് മൈക്രോ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ മൈക്രോ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താ, അതിനകത്ത് ഉൾപ്പെടുന്ന സംഗതികൾ എന്തൊക്കെയാണ്? ആ ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ വിത്ത് ഫാമിലി, വിത്ത് ടീച്ചേഴ്സ് ആൻഡ് വിത്ത് പിയേഴ്സ്. അതേപോലെ മെസോ സിസ്റ്റം മറ്റൊരു ലെയറാണ്. അപ്പൊ ഇതിനകത്ത് വരുന്നത് എന്താണ്? ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഡിഫറെന്റ് മൈക്രോ സിസ്റ്റംസ്. ഒരു കുട്ടിയുടെ സ്കൂൾ അന്തരീക്ഷം, അതേപോലെ ഒരു കുട്ടിയുടെ വീട്ടിലെ അന്തരീക്ഷം, ഇതിന്റെ തങ്ങളിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെ വരും. ആൻഡ് എക്സോ സിസ്റ്റം മറ്റ് ഒരു ലെയറാണ്. അപ്പം എക്സോ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അവിടെ വരുന്നത് ഓരോന്നും. ആൻഡ് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ശരിക്കും ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഡെവലപ്മെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ പേരന്റിന്റെ വർക്ക് പ്ലേസ്, ആ മാതാപിതാക്കൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, അപ്പൊ ഫാമിലിയിലെ സ്ട്രെസ് ലെവൽസിനകത്ത് വ്യത്യാസം വരും അവരുടെ ജോലി അനുസരിച്ച്. അപ്പൊ അത് കുട്ടികളെ ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. ആൻഡ് ദെൻ വി ഹാവ് ദ മാക്രോ സിസ്റ്റം. അത് മറ്റൊരു ലെയറാണ്. മാക്രോ സിസ്റ്റത്തിനകത്താണ് നമ്മുടെ കൾച്ചറൽ വാല്യൂസ്, ലോസ്, അതായത് നിയമങ്ങൾ, ആൻഡ് സൊസൈറ്റിയുടെ ചട്ടങ്ങൾ, ഇതൊക്കെ വരുന്നത് മാക്രോ സിസ്റ്റത്തിലാണ്. ആൻഡ് ദെൻ വി ഹാവ് ദ ക്രോണോ സിസ്റ്റം. ക്രോണോ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ക്രോണോളജി, ഐ മീൻ അസോസിയേറ്റഡ് വിത്ത് ടൈം, അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു 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 സമയം പോകുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ ആസ് ടൈം പാസസ് നമുക്ക് വരുന്ന ചേഞ്ചസിനെ ഇവിടെ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് അല്ലെങ്കിൽ ലൈഫിൽ ട്രാൻസിഷൻസ് ഉണ്ടാകും നമുക്കല്ലേ, നമുക്ക് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഇതൊക്കെ എന്താ പറയേണ്ടത്? ഡെവലപ്മെന്റിനെ സ്വാധീനിക്കും അല്ലെങ്കിൽ ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അടുത്തത് നമുക്ക് കൗൺസിലിംഗ് ആൻഡ് തെറാപ്പിയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഈ കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി എന്താണ് ശരിക്കും ഇതുകൊണ്ട് വരുന്നത്? മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ? ഒരു വ്യക്തിയുടെ ഓവറോൾ വെൽബീയിങ്ങിന് നമുക്ക് നോക്കിയാണ്. അപ്പൊ ഇതിനകത്ത് സൈക്കോളജിക്ക് വളരെയധികം വലിയ ഒരു പങ്ക് തന്നെയുണ്ട്. എന്താ പറയേണ്ടത്? മനുഷ്യന് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി ഒരുപാട് അധികം വേറെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൗൺസിലിംഗ് ആൻഡ് തെറാപ്യൂട്ടിക് ടെക്നിക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് തന്നെയുണ്ട് വ്യക്തികളെ എന്താ പറയേണ്ടത്? അവര് അഭിമുഖീകരിക്കുന്ന മെന്റൽ ചാലഞ്ചസിനെ, മെന്റൽ ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയേണ്ടത്? ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി. അപ്പോ പല ഡിഫറെന്റ് തെറാപ്യൂട്ടിക് മോഡൽസ് നമുക്ക് ഇവിടെ നോക്കാനായിട്ടുണ്ട്. ഡിഫറെന്റ് അപ്രോച്ചസ് ടു തെറാപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ പല തരത്തിലുള്ള അപ്രോച്ചസ് ഉണ്ട്. ഒന്ന് ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, കാൾ റോജേഴ്സിൻ്റെത്, അല്ലെ? അദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണ് ഈ ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി. അതൊരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇവിടെ എംപത്തി ഉണ്ടാകണം, സെൽഫ് ഗ്രോത്തിനുള്ള സാധ്യത ഉണ്ടാകണം, ആൻഡ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള പോസിറ്റീവ് റിഗാർഡ്, അതെന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് അതേപോലെ നമുക്ക് REBT എന്ന് പറയുന്നത് എന്താണ്? REBT എന്ന് പറയുന്നത് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി, അതാണ് REBT. ആൽബർട്ട് എല്ലിസ് ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ് ഈ REBT എന്ന് പറയുന്നത്.
അപ്പൊ ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇസ് ഓൺ ഹൗ ഇറാഷണൽ തോട്ട്സ് കോൺട്രിബ്യൂട്ട് ടു ഇമോഷണൽ ഡിസ്ട്രസ് ആൻഡ് അൺഹെൽത്തി ബിഹേവിയേഴ്സ്. ഇറാഷണൽ ആയിട്ടുള്ള ചിന്തകൾ നമുക്ക് സാധൂകരിക്കാൻ, ഇനി അതും അല്ലെങ്കിൽ ന്യായീകരിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഇമോഷണൽ സ്ട്രെസ് നമുക്ക് കൂട്ടിത്തരുന്നത്, അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. അപ്പൊ ഇവിടുത്തെ കീ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒന്ന്, എന്തൊക്കെയാണ് ഈ ഇറാഷണൽ ബിലീഫ്സ് എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. രണ്ട്, ആ ഒരു കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ഇവിടെ കൊണ്ടുവരണം. കാരണം ആ ഒരു വ്യക്തിയുടെ കോഗ്നിഷൻ, ചിന്തകൾ വേറൊരു രീതിയിലേക്ക് മാറിപ്പോയിരിക്കുകയാണ് അല്ലെ. അപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ ഐഡന്റിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, എക്സാമിൻ ആൻഡ് ചാലഞ്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ എക്സാമിൻ ചെയ്യണം, ചാലഞ്ച് ചെയ്യണം എന്നുള്ളത്. അതിനുശേഷം തെറാപ്പിസ്റ്റ് എന്താണ് ചെയ്യുന്നത്, ആ ഒരു ക്ലയന്റിനെ സഹായിക്കുകയാണ് ടു റീപ്ലേസ് ദീസ് ഇറാഷണൽ ബിലീവ്സ് വിത്ത് ലോജിക്കൽ കൺസ്ട്രക്റ്റീവ് തിങ്കിങ്. ഒരു ലോജിക് ഇല്ലാത്ത തിങ്കിങ് ആണ് ഇറാഷണൽ ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് ദെൻ കംസ് ദ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ച്. അപ്പൊ ഈ ഒരു തോട്ട് പ്രോസസ്സ് ഇവിടെ മാറി വന്നല്ലേ, അല്ലെങ്കിൽ തോട്ട് പാറ്റേൺസിന് ഒരു ഷിഫ്റ്റ് കൊണ്ടുവന്ന് ഇറാഷണലിൽ നിന്ന് റാഷണലിലേക്ക് വന്നു എന്നുള്ളത്. സോ എന്താ പറയേണ്ടത്, വ്യക്തികളുടെ ആ ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഇമോഷണൽ വെൽബീയിങ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ്. ഇനി എന്താ പറയേണ്ടത്, ഒരുപാടധികം ടെക്നിക്സ് വീണ്ടും കൗൺസിലിംഗിലും തെറാപ്പിയിലും മറ്റൊരു ടെക്നിക്കാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. ജോസഫ് വോൾപേ എന്ന് നമുക്ക് പറയാം. അപ്പൊ ജോസഫ് വോൾപേ ഒരു സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ തിയറി അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതും ബിഹേവിയറൽ തെറാപ്പിയിലെ ഒരു ടെക്നിക്കാണ്. ഇത് പലതരത്തിലുള്ള ഫോബിയാസ്, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരെണ്ണം ഫാമിലി സ്കൾപ്റ്റിംഗ് ആണ്. ഫാമിലി സ്കൾപ്റ്റിംഗ് എന്ന് പറയുന്നതും ഒരു തെറാപ്പി തന്നെയാണ്. ഇത് ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തെറാപ്പിയിൽ ഇത് ഉപയോഗിക്കുന്നു. ഇതിനകത്ത് ചെയ്യുന്ന മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാല് റിലേഷൻഷിപ്സും ഇമോഷണൽ ഡൈനമിക്സും വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ് ഇത് മുമ്പോട്ട് പോവുക എന്നുള്ളത്. ഈ തിയറിയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും എന്നുള്ളത്. അടുത്തത് ന്യൂറോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ സൈക്കോളജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ന്യൂറോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ സൈക്കോളജിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ്, അപ്പോൾ ഈ ന്യൂറോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ സൈക്കോളജി എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചേഴ്സ്, ഓക്കെ, അതേപോലെ ഹോർമോൺസ്, അതേപോലെ നെർവസ് സിസ്റ്റംസ്, എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഫങ്ഷൻസ് നമ്മുടെ ബിഹേവിയറിനെയും മെന്റൽ പ്രോസസ്സിനെയും സ്വാധീനിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ബ്രെയിൻ ഫങ്ഷൻസ് നമുക്ക് മനസ്സിലാക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് എന്താ പറയേണ്ടത്, ആ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഇതിന്റെ മുൻകാലങ്ങളിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആണ്. ഈ ഒരു റിയാക്ഷൻ ഇസ് ട്രിഗേർഡ് ബൈ ദ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. നമ്മൾ ഒരു ത്രെറ്റ് നമ്മൾക്ക് ഫീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു ആപത്ത് വരുന്നു എന്നുള്ള ഒരു സെൻസ് നമുക്ക് വരുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് കിക്ക് ഇൻ ചെയ്യുന്ന ഒരു റെസ്പോൺസ് ആണ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതേപോലെ പെർസെപ്ഷൻ, അതിന്റെ ഡെപ്ത് പെർസെപ്ഷൻ, സെറിബ്രൽ കോർട്ടെക്സ്, ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു എബിലിറ്റി, മനുഷ്യന്റെ ഒരു എബിലിറ്റി ടു സീ ദ വേൾഡ് ഇൻ 3 dimensions, ആ ലോകത്തെ 3 dimensionsൽ കണ്ട് ഒരുപക്ഷെ എന്താ പറയേണ്ടത്, ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കിപ്പം എന്താ പറയേണ്ടത്, നമ്മളൊരു മുറിയിൽ നടന്നു പോകുമ്പോൾ, നമ്മുടെ തന്നെ ഹാൾ റൂമിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഹാൾ റൂമിൽ ഒരുപാടധികം സംഗതികൾ, സാധനങ്ങൾ, ഫേർണിച്ചറൊക്കെ ഇരിപ്പുണ്ട്. ഈ ഫേർണിച്ചർ കറക്റ്റ് അതിന്റെ അടുത്ത് നമ്മുടെ കാലോ കയ്യോ എത്തുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ തട്ടാതെ എങ്ങനെ നമ്മൾ മാറ്റി പോകുന്നത്, അതാണ് ആ ഒരു ഡെപ്ത് പെർസെപ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. ആൻഡ് ദെൻ വി ഹാവ് അനദർ കോൺസെപ്റ്റ് വിച്ച് ഇസ് മാപ്പിംഗ് ദ സെറിബ്രൽ കോർട്ടെക്സ് എന്നാണ്. അപ്പൊ ഈ സെറിബ്രൽ കോർട്ടെക്സ് എന്താണ്? ദിസ് ഇസ് ദ ഔട്ടർ ലെയർ ഓഫ് ദ ബ്രെയിൻ അല്ലേ. ആൻഡ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഹയർ ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് റീസണിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഈ ഡിഫറെന്റ് ഏരിയാസും
അത് എന്തൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള എന്താ പറയണ്ട ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഹോർമോണൽ ഫങ്ഷൻസ്, റോൾ ഓഫ് ഹോർമോൺസ് ഇൻ ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ. ഹോർമോൺസ് നമുക്കറിയാം കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് അല്ലെ. അപ്പം അത് ഇമോഷൻസിനെ, നമ്മുടെ സ്ട്രെസ്സിനെ ഒക്കെ അത് റെഗുലേറ്റ് ചെയ്യും, അത് കൺട്രോൾ ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ബിഹേവിയറിനെ അത് എഫക്ട് ചെയ്യുകയും ചെയ്യും. എങ്ങനെയാണ്? ബ്രെയിൻ ആക്ടിവിറ്റിയെ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത് കോർട്ടിസോൾ ആണ്. അപ്പൊ ഈ കോർട്ടിസോൾ എപ്പോഴാണ് അത് പ്രൊഡ്യൂസ് ആകുന്നത് അല്ലെങ്കിൽ റിലീസ് ആകുന്നത്? ദേ ആർ റിലീസ്ഡ് ബൈ ദി അഡ്രിനൽ ഗ്ലാൻഡ്സ് അല്ലെ. നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പം ആ സ്ട്രെസ്സിന് റെസ്പോൺസ് ആയിട്ടാണ് ഈ കോർട്ടിസോൾ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്? ബോഡിയെ പലതരത്തിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ആ ഒരു സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ത്രെറ്റിനെ ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ കോർട്ടിസോളിന്റെ എഫക്ട്സ് നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഷോർട്ട് ടേം എഫക്റ്റ്, നമ്മുടെ എനർജി പെട്ടെന്ന് ബൂസ്റ്റ് ആകും, നമ്മൾ പെട്ടെന്ന് വളരെയധികം അലേർട്ടായി മാറും, നമ്മുടെ മെമ്മറി ബെറ്റർ ആയിട്ട് മാറും. ഇനി അതുകൊണ്ടുണ്ടാകുന്ന ലോങ് ടേം എഫക്ട്സ് എന്താണ് പറയേണ്ടത്? ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ശരിക്കും, അതായത് വളരെയധികം ഹൈ ലെവൽസിലുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു സ്ട്രെസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഹൈ കോർട്ടിസോൾ ലെവൽസ് ആകും ആ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ. അപ്പൊ ഇത് തന്നെ ആൻസൈറ്റി ഉണ്ടാക്കാം, ഡിപ്രഷൻ ഉണ്ടാക്കാം, മെമ്മറി പ്രോബ്ലംസും അവിടെ വരും. അതേപോലെ നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു ഹോർമോണാണ് അഡ്രിനാലിൻ അല്ലെ. ഈ അഡ്രിനാലിൻ ആണ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ എന്ന് പറയുന്നത്. ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ അഡ്രിനാലിൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? വീണ്ടും ശരീരത്തെ ഒരു ക്വിക്ക് ആക്ഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്, സ്പെസിഫിക്കലി നമ്മൾ ഒരു സ്ട്രെസ്സോ ഡേഞ്ചറോ സെൻസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ അഡ്രിനാലിന്റെ റിലീസ് ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഹാർട്ട് റേറ്റ് കൂടും. അതേപോലെ നമ്മുടെ അവയർനെസ് കുറെ കൂടെ ഹൈ ആയിട്ട് വരും, നമ്മുടെ റിയാക്ഷൻ ടൈം കുറയും, പെട്ടെന്ന് നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ടെമ്പററിലി ഇത് നോൺ എസെൻഷ്യൽ ഫങ്ഷൻസിനെ അങ്ങ് സസ്പെൻഡ് ചെയ്യും. ഡൈജഷൻ ഒന്നും ആ ഒരു സമയത്ത് ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. ഓക്കെ, അപ്പോ എന്താ പറയണ്ടേ, ഇനി നമുക്കുള്ളത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് മറ്റൊരു ഏരിയ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ആൻഡ് എന്താ പറയേണ്ടത്, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്തൊക്കെയാ? മനുഷ്യന്റെ മനസ്സിന് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സൈക്കോളജിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട് ഈ മെന്റൽ ഹെൽത്ത് ഐഡന്റിഫൈ ചെയ്യുന്നതിന്, അതിനെ ഡയഗ്നോസ് ചെയ്യുന്നതിന്, ആൻഡ് ഈ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നതിന് സൈക്കോളജിക്ക് വളരെയധികം എന്താ പറയേണ്ടത്, പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് നമുക്കും ഈ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ADHD അല്ലെ, അറ്റൻഷൻ ഡെഫിഷ്യറ്റ് ഓർ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നുള്ളതാണ് ADHD. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ NPD പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. NPD എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ഒരു വ്യക്തി എക്സസീവ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ആ വ്യക്തി അഡ്മയർ ചെയ്യപ്പെടണം എല്ലായിടത്തും, ആൻഡ് അറ്റ് ദ സെയിം ടൈം മറ്റുള്ളവരുടെ അടുത്ത് ഒരു എംപത്തി ഉണ്ടാവില്ല. അതൊക്കെ ഒരു പ്രോബ്ലം തന്നെയാണ്. ആൻഡ് ഇവിടെ നമ്മൾ ഈ ഒരു എത്തിക്കൽ കൺസേൺസിന്റെ കാര്യം നമ്മൾ ഇവിടെ സംസാരിക്കുന്നു അല്ലെ. ഇപ്പൊ സൈക്കോളജിസ്റ്റ് ഒരുപാട് അധികം എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും എന്താ പറയേണ്ടത്, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികളെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരുപാടധികം എത്തിക്കൽ ചാലഞ്ചസ് ഇവിടെ ഉണ്ടാകാം എന്നുള്ളതാണ്. അതിൽ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. ഇപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ അല്ലെ ക്ലയന്റിന്റെ ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ക്ലയന്റിന്റെ പ്രൈവറ്റ് ഇൻഫർമേഷൻ എന്ന നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എത്തിക്കൽ ഡെലിമ ഒരുപാടധികം ഫേസ് ചെയ്യാം സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾക്ക്. അപ്പൊ ഇവിടെ think about this. What happens if a therapist learns that a client intends to harm themselves or others?
നമ്മളിവിടെ ആദ്യം തന്നെ പറഞ്ഞ് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ക്ലയന്റിന്റെ ഇൻഫർമേഷൻ പുറത്തു വിടാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ഒരു തെറാപ്പിസ്റ്റിന് ഇപ്പൊ മനസ്സിലായി ഈ ക്ലയന്റിന് ദുരുദ്ദേശങ്ങളുണ്ട് മനസ്സിൽ. ഒന്നുകിൽ ആ ക്ലയന്റ് സ്വയം ആ ക്ലയന്റിനെ തന്നെ എന്തെങ്കിലും ഹാം ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹാം ചെയ്യാനുള്ള പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യണോ ബ്രേക്ക് ചെയ്യണ്ടേ? അതാണ് ഒരു എത്തിക്കൽ ഡെലിമ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് ബ്രേക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളതിന്റെ ആ ഒരു എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ മെയിൻ ലെസൺസിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി മറ്റൊരു എത്തിക്കൽ കൺസേൺ എന്ന് പറയുന്നത് റിസർച്ചിനെയും റിപ്പോർട്ട്സിനെയും അടിസ്ഥാനപ്പെടുത്തി. ഇപ്പൊ റിസർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്ലേഗറിസം ഒഴിവാക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇത്രയും ആണ് അതിനകത്ത് വരുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദി എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്നുള്ളതാണ്. അപ്പൊ വാട്ട് ഈസ് എക്സ്പെരിമെന്റൽ സൈക്കോളജി? എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഓൾ ടു ഡു വിത്ത് സൈക്കോളജി. എപ്പോഴും ശരിക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പോൾ ഒത്തിരി അധികം റിസർച്ച് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജിസ്റ്റ് ഒരുപാട് അധികം റിസർച്ച് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഡേറ്റ കളക്ട് ചെയ്യാനായിരുന്നാലും സൈക്കോളജിക്കൽ തിയറീസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നാലും. അപ്പൊ അതുകൊണ്ടാണ് ഈ റിസർച്ച് മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻസ് എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആക്ഷൻ റിസർച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് സൈക്കോളജി ഒരു പ്രാക്ടിക്കൽ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ആൻഡ് എന്താ പറയേണ്ടത്, അവർ സൈക്കോളജിക്കൽ റിസർച്ചിൽ എത്തിക്സിന്റെ വാലിഡിറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സൈക്കോളജിക്കൽ റിസർച്ചിന്റെ എത്തിക്സ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുകയും പഠിക്കേണ്ടതായിട്ടും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സംഗതി. അപ്പം ഈ ഒരു പ്രിൻസിപ്പൽ കൗൺസിലറിന്റെ റിട്ടൺ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൈക്കോളജി ലെസൺസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ കീ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ്. ഒരുപാടധികം കീ കോൺസെപ്റ്റ്സ് നമ്മൾ ഈ കഴിഞ്ഞ 3 ലെസൺസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു വിൽ ബി ഏബിൾ ടു റെക്കഗ്നൈസ് ദ കോഗ്നിറ്റീവ് പ്രോസസ്സസ്, മെമ്മറി മെക്കാനിസംസ് ഒക്കെ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിട്ടൺ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. പ്രീവിയസ് ഇയേഴ്സിൽ ഈ ഏരിയാസിൽ നിന്നൊക്കെ ഒരുപാടധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡെവലപ്മെന്റൽ സ്റ്റേജസ് എന്തൊക്കെയാണ്, അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എങ്ങനെ ആ ഓരോ സ്റ്റേജസും അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ചേഞ്ചസ് എങ്ങനെയാണ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വാട്ട് ആർ ദ തെറാപ്യൂട്ടിക് മോഡൽസ്, സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ്, ആ തെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാടധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് യു ഷുഡ് ഓൾസോ ബി ഏബിൾ ടു അപ്രിഷിയേറ്റ് ദ ബയോളജിക്കൽ അണ്ടർപിന്നിങ്സ് ഓഫ് മെന്റൽ പ്രോസസ്സസ്. കാരണം ആ രീതിയിലും ഒരുപാടധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളത്. ഓൾറൈറ്റ്, അപ്പോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന നിലയിൽ നമുക്ക് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്നും ഇനി ടോപ്പിക്സ് അല്ലെങ്കിൽ എന്തൊക്കെ ബ്രോഡ് ഏരിയാസ് നമ്മൾ കവർ ചെയ്യുന്നുള്ളത് നമ്മൾ ഈ ഒരു 3 വീഡിയോസിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി തുടർന്നുള്ള ലെസൺസിൽ ആ കോൺസെപ്റ്റ്സ്, കീ കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ ഒത്തിരി അധികം ടേംസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ലെസൺസിൽ തുടർന്ന് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ്. ഇതിന്റെ കംപ്ലീറ്റ് ലെസൺസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗോൾഡ് ബാച്ച് ജോയിൻ ചെയ്യുക. ഗോൾഡ് ബാച്ച് ജോയിൻ ചെയ്യുന്നതിന് യു ക്യാൻ കോൺടാക്ട് മീ. അപ്പോൾ ഗോൾഡ് ബാച്ചിന് ഫോം ഇല്ല, യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് മീ. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്കൊരു വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പും ഉണ്ട്, അത് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. ഈ സ്റ്റഡി ഗ്രൂപ്പിൽ ഒരുപാട് അധികം എന്താ പറയേണ്ടത് ഡീറ്റെയിൽസ് അബൌട്ട് ദ എക്സാം, എന്തെങ്കിലും ഒക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, അപ്ഡേറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യും. മാത്രമല്ല ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് യു വിൽ ബി ഏബിൾ ടു ബി കണക്റ്റഡ് വിത്ത് യോർ fellow aspirants എന്നുള്ളതാണ്. So we will wind up this lesson introduction to psychology here. അപ്പോൾ 3 പാർട്സ് ആയിട്ടാണ് ഈ ഒരു ലെസൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് പോകാനുള്ളത് we will start with the theories of psychology. So thank you very much for watching. Wish you all the very best and you have a great day. Thank you.